അംബികയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ വേഷമൊക്കെ കെട്ടി അഭിനയിക്കുക. അല്ല, അങ്ങനെയല്ല ചെറിയമ്മേ. ആക്ടിംഗ് ആയിരുന്നെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ? ഇതായിരിക്കും അവളുടെ ശരിക്കുള്ള സ്വഭാവം. അവള് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അവള് ആക്ട് ചെയ്തു എന്ന് പറയുന്നത് ശരിയാ. ഒരു പാവാണെന്ന് അവള് നമ്മുടെ മുന്നിൽ ആക്ട് ചെയ്ത് കാണിച്ചു. മിക്കവാറും അംബികയുടെ അന്ത്യം അവളുടെ കൈകൊണ്ടായിരിക്കും. പ്രതാപേട്ട, കുടിക്കാൻ ചായ എന്തെങ്കിലും വേണോ? വേണ്ട. ദീപകം ചേച്ചിയൊക്കെ എവിടെ? ഒന്ന് വിളിച്ചേ. എന്താ പ്രതാപ? രാവിലെ ഒരു മദാമയെ പോലെ ഒരുങ്ങിച്ചമഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിന്റെ ഭാര്യ തിരിച്ചു വന്നോ? എടാ, ചോദിച്ചിന് മറുപടി ഇല്ലേ? അവള് വന്നോന്ന്. സമയം ഇപ്പൊ 8:30 കഴിഞ്ഞു. എന്നിട്ടെന്താ അവള് തിരിച്ചു വരാത്തെ? എന്താടാ ചോദിച്ചിന് മറുപടി പറയാത്തെ? അതോ നീയോ അവളും തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? അയ്യോ വല്യമ്മാവ, അല്ല, ഒരു വീട്ടിലും അരങ്ങേറാത്ത കാര്യങ്ങളാ ഈ വീട്ടിൽ നടക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അഭയം ചോദിച്ച് അനന്തംപിള്ളയുടെ മകളും ഭാര്യയും കൂടി ഇവിടേക്ക് കയറി വരുന്നു. പാവപ്പെട്ടവരല്ലേന്ന് വിചാരിച്ച് എനിക്ക് അവരോട് കരുണ തോന്നി. ചേച്ചിയുടെയും നിന്റെയും താല്പര്യപ്രകാരം ദേ ഇവള് ശക്തമായിട്ട് എതിർത്തിട്ട് പോലും ഞാൻ ആ കല്യാണം നടത്തി തന്നു. നാണം കുണുങ്ങി നടന്നവള് പെട്ടെന്ന് അഹങ്കാരിയാവുന്നു. നാടൻ പെണ്ണിനെ പോലെ വേഷം ധരിച്ചവള് പെട്ടെന്ന് അങ്ങ് ബ്രിട്ടീഷുകാരിയായി മാറുന്നു. അല്ല, എന്താ ഈ മാറ്റത്തിന്റെ പിന്നിലെ കാരണം? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഇവിടെ പലർക്കും പിടിക്കില്ലേട്ടാ. ആ കുട്ടിയുടെ രീതികളില് എനിക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ തുറന്നു പറഞ്ഞാ ഞാൻ ശത്രുവാവും. ഞാനെന്തു പറയാനാ? നിന്നെപ്പോലെ ഞാനും ആ കൊച്ചൊരു പാവമാണെന്നാ കരുതിയത്. എലിയെപ്പോലെ നടന്നവളൊക്കെ പെട്ടെന്ന് പുലിയെപ്പോലെ ആവുന്ന ആരെങ്കിലും കരുതിയോ? അവളെ പുറത്തറിയപ്പെടുന്നതേ അനന്തമിള്ളയുടെ മകളായിട്ടല്ല, പ്രതാപവർമ്മയുടെ അനന്തരവന്റെ ഭാര്യയായിട്ടാ. ഇതൊക്കെ എനിക്കെന്ത് നാണക്കേടാ നിങ്ങൾക്കറിയോ? മോളെന്താ ഒന്നും മിണ്ടാനിക്കുന്നേ? എനിക്കൊരു സ്വസ്ഥതയില്ല. ഒരു വശത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രശ്നമാണ്, ഇവിടെയാണെങ്കിൽ കുടുംബത്തിന് സമാധാനമില്ല. നീങ്ങി വന്നേ. എടാ, അവൾ എവിടേക്കാ പോയെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല അമ്മേ. എടാ, ഭാര്യ മയക്ക് കയ്യിലെടുക്കാൻ നോക്കണ്ടേ? അവൾ അത്രയും പെണ്ണൊന്നും അല്ല അമ്മേ. ഇതൊരു വലിയ കുരിശായല്ലോ.